പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവിക സുഹൃതങ്ങളെക്കുറിച്ചാണ്. എല്ലാം നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവിക സുഹൃതങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതിൽ നമ്മൾ സ്നേഹത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ശേഷഭാഗത്തിലേക്ക് നമുക്ക് പോകാം. 2658. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഇവിടെ ആരാധനാ ജീവിതത്തിലൂടെ രൂപപ്പെട്ട പ്രാർത്ഥന, ക്രിസ്തുവിന് നമ്മോടുള്ളതും അവിടുന്ന് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. നമ്മൾ ദൈവം സ്നേഹമാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അവിടുന്ന് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതുമായ സ്നേഹത്തിലേക്ക് എല്ലാറ്റിനെയും ആകർഷിക്കുന്നു. സ്നേഹം മാത്രമാണ് പ്രാർത്ഥനയുടെ ഉറവിടം. ഇത് വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് സ്നേഹമുള്ളവരെ. നമ്മളെല്ലാവരും ഇപ്പോൾ വളരെയധികം പേര് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. 40 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, ദേഷ്യം ഉണ്ടാകാൻ എല്ലാ സാധ്യതയുണ്ട് ഉപവസിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ആ ദേഷ്യം ഉണ്ടാകാതിരിക്കാൻ, കോപമുണ്ടാകാതിരിക്കാൻ മുൻകൂട്ടി വിശുദ്ധീകരണ പ്രാർത്ഥന നടത്തണം. പ്രകോപനപരമായി മറ്റുള്ളവരെ കോപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും, ഇപ്പോൾ നമ്മളോട് മറ്റുള്ളവർ പ്രകോപിപ്പിച്ച് സംസാരിക്കുമ്പോൾ നമ്മളും കോപിക്കും. കോപം ഇങ്ങനത്തെ ഒരു ചെയിൻ റിയാക്ഷനാണ്, ഒരു ചെയിൻ റിയാക്ഷൻ. ഇപ്പോൾ ഒരു സരളമായിട്ടുള്ള ഒരു ഉദാഹരണം ഓർക്കുകയാണ്. ഒരു സംഭവം, ഒരിക്കൽ ഒരു പിതാവ് ഒരു ബൈബിൾ കൺവെൻഷൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ, ബൈബിൾ കൺവെൻഷൻ ഞാനാണ് നയിക്കുന്നത്, എന്നെ സ്റ്റേജിൽ ഇരുത്തിയിട്ടുണ്ട്, വേറെ പിതാക്കന്മാരുണ്ട്. ഒരു പിതാവ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരികയാണ്. ചെറിയ കാര്യമാണ്, എങ്കിലും കുടുംബജീവിതത്തിൻ്റെ ഒരു പുളിപ്പും എരിവും എല്ലാം അതിലുണ്ട്. പിതാവ് പറഞ്ഞു, ഒരാൾ ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഭാര്യ കുളിച്ചൊരുങ്ങി ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അവളെ സ്വീകരിക്കാൻ. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണത്. പക്ഷേ ഇന്ന് ഭാര്യ എന്നെ കാണുന്നില്ല, അവൾ കുളിച്ചിട്ടില്ല, അവൾ ഒരുങ്ങിയിട്ടില്ല, അവൾ ചായയുമായിട്ട് വന്ന് അയാളെ സ്വീകരിച്ചില്ല. ദേഷ്യം കയറി അദ്ദേഹം ദേഷ്യത്തിൽ 2 വാക്ക് പറഞ്ഞു. നീ എന്തിരിക്കായിരുന്നു ഇത്രയും നേരം? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പറഞ്ഞ നേരത്തെ എനിക്കൊരു കപ്പ് ചായ ഉണ്ടാക്കി റെഡിയാക്കി തരാനായിട്ട് നിനക്ക് പറ്റില്ലേ? നീ എന്താ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേ? ഇത് കേട്ടപാടെ അവൾക്ക് അതിലും വലിയ അരിശം വന്നു. നിങ്ങൾ ഈ ആണുങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ രാവിലെ മുതൽ ഇവിടെ കഷ്ടപ്പെടണം, നിങ്ങൾക്കറിയോ എന്നും പറഞ്ഞ് അവളും ദേഷ്യപ്പെട്ടു. തിരിച്ചു പറഞ്ഞപ്പോൾ ഇയാൾ ഒരടിയം കൊടുത്തു. കണ്ടോ, ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ആ ദേഷ്യത്തിലങ്ങ് എരിഞ്ഞ് നിൽക്കണ നേരത്ത് മോള് സ്കൂളിൽ നിന്ന് വന്നിരിക്കുകയാണ്. മോള് സ്കൂളിൽ നിന്ന് വരണ നേരത്ത് സാധാരണ ചായയും കടിയും തയ്യാറുണ്ടാവാറുണ്ട്. മമ്മി എന്നും പറഞ്ഞ് ഓടി അടുക്കളയിൽ കടിയും ചായയും കഴിക്കാനായിട്ട് വിശന്ന് പൊരിഞ്ഞിങ്ങനെ വരണപ്പോൾ മമ്മി ഈ ദേഷ്യം മുഴുവനും മോളുടെ മേത്തൊരു തട്ട് കൊടുത്തു. പൊടി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ ഇതേമാതിരി ദേഷ്യപ്പെട്ടെന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടെന്നും പറഞ്ഞു ഈ കൊച്ചു ഒറ്റ കരച്ചിലും ബഹളമായിട്ട് അവളങ്ങ് പുറത്തേക്ക് ഓടുമ്പോൾ അവളെ സ്നേഹിക്കണ ഒരു പട്ടിയുണ്ട്, പട്ടി. ആ പട്ടി ഓടി അവളുടെ അടുത്തേക്ക് വന്നു. ആ പട്ടി ഓടി അടുത്തേക്ക് വന്ന വഴി ഇവളെ കണ്ട ആനന്ദം കൊണ്ട് പട്ടി വാലാട്ടി ഓടി വന്നതാണ്. ഓടി വന്നപ്പോൾ ഈ ദേഷ്യം മുതലും വെച്ചുകൊണ്ട് ആ പട്ടിക്കിട്ട് ഒരു ചവിട്ടം കൊടുത്തു. അവിടെത്തും പറ്റു പട്ടി ബാബാ എന്നും പറഞ്ഞുകൊണ്ട്, എന്തിനാണ് എന്നെ ദേഷ്യപ്പെട്ടതെന്ന് പറഞ്ഞു പട്ടി അങ്ങോട്ടേക്ക് ഓടിയപ്പോൾ പട്ടിയുടെ അവിടെ ഒരു പൂച്ചയുണ്ട്. ആ പൂച്ച ഓടി വരണുണ്ട്. ആ പൂച്ചക്കിട്ട് പട്ടി ഒരു കടി കൊടുത്തു. അപ്പോൾ ആ പിതാവ് പറയാണ്, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രസരണമുണ്ടാകുന്നത്. നമ്മൾ ഒരാളിൽ ഒരു ദേഷ്യമുണ്ടെങ്കിൽ, അഥവാ ഒരാളിൽ സ്നേഹമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ, ആ അവസ്ഥ അയാളിൽ നിൽക്കുന്നില്ല. ആ അവസ്ഥ ആ ആളിൽ നിന്ന് മറ്റൊരാളിലേക്കും അവിടുന്ന് മറ്റൊരാളിലേക്കും എന്തിന്
പട്ടിയിലും പൂച്ചയിലേക്കും കോഴിക്കിലും ഒക്കെ പകരും. അപ്പോൾ സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തട്ട്, ഉറവിടം. സ്നേഹം മാത്രമാണ് എങ്ങനെ ഇതിന് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് നിസ്സാര കാര്യമല്ല, നിസ്സാര കാര്യമേ അല്ല. ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ മദർ തെരേസയുടെ തിരുനാളായിരുന്നു. ഇന്നലെ മദർ തെരേസയെക്കുറിച്ചെല്ലാം നമുക്കറിയാം. ഒരു വിസ്മയം തന്നെയാണ് സ്നേഹത്തിൻ്റെ ഒരു വിസ്മയമാണ്. ഇപ്പം നമ്മൾ മാതാവിനെ കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃപ നിറഞ്ഞവളേ നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞ് മാലാഖ വന്ന് താണു വണങ്ങുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവപിതാവ് മാതാവിനെ അവളുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്ന സമയത്ത് തന്നെ ആ കൃപ കൊണ്ട് നിറച്ചു. അപ്പോൾ ഇതാരുടെ കൃപ, ആരുടെ കഴിവാണ്? ഇത് ദൈവത്തിൻ്റെ അനന്യമായ പ്രത്യേകമായ ഒരു വിളിയും ദാനവുമാണ്. അപ്പോൾ ഈ മാതാവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളെല്ലാവരിലും ദൈവം ഇതുപോലെ കൃപ തന്നിട്ടുണ്ട്. ഇതുപോലെ പൂർണ്ണമായിട്ടല്ലെങ്കിലും നമ്മളിൽ അതിന് തൊട്ടടുത്ത് വരെ എത്തുന്ന രീതിയിൽ കൃപ നിറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആ കൃപയോടെ അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ ബുദ്ധിയിലും പ്രവൃത്തിയിലും അവനങ്ങനെ ചെയ്തില്ല, അവനെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അവൻ നുണയല്ലേ പറഞ്ഞത്, അതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വിമർശിച്ചും അവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്നതിലാണ് നമുക്ക് ഉത്സാഹമെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല. മറ്റൊരാളിലെ തെറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ ആളെ സ്നേഹിക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റുകയില്ല. ഇല്ല. ഇതാണ് യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഈശോ വന്നു, ഈശോ മലയിലെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ അനുഗ്രഹീതർ, യു ആർ ബ്ലെസ്സഡ്. പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്, നിങ്ങൾ അനുഗ്രഹീതരാകുന്നു. എന്തടിസ്ഥാനത്തിലാണ്? അവർ മാമോദീസ പോലും സ്വീകരിക്കാത്ത ആൾക്കാരാണ് അവർ അനുഗ്രഹീതരാകുന്നു. അപ്പോൾ നമുക്കുണ്ടാകേണ്ട കൺവിക്ഷൻ, നമ്മളിലുള്ള ദൈവസ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ദൈവം തന്നെയാണ്, നമ്മുടെ ഒരു കഴിവുമല്ല. മാതാവിൻ്റെ ഒരു കഴിവും കൊണ്ടല്ല മാതാവ് കൃപ കൊണ്ട് നിറഞ്ഞത്. ആണോ? മാതാവിൻ്റെ എന്തെങ്കിലും കഴിവുകൊണ്ടാണോ മാതാവ് കൃപ കൊണ്ട് നിറഞ്ഞത്? മാതാവ് ജനിക്കണേക്ക് മുമ്പ് തന്നെ കൃപ കൊണ്ട് നിറഞ്ഞിരിക്കണോ? ആ കൃപ കൊണ്ടാണ് മാതാവിനെ ഗബ്രിയേൽ ദൂതനോട് വിശ്വാസത്തിന് പ്രത്യുത്തരം കൊടുക്കാൻ സാധിച്ചത്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നതോ അത് കൃപയാണ്. അപ്പം നമ്മളും മനസ്സിലാകണം, നമ്മൾ മറ്റൊരാളിലുള്ള കുറ്റം കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആളെ സ്നേഹിക്കാൻ പറ്റില്ല, നമ്മൾ ആ കുറ്റമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ആ വ്യക്തിയിൽ ദൈവത്തിനെ കാണണം. ദൈവം ആ വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആ വ്യക്തി. ആ വ്യക്തിയിൽ ദൈവത്തെ കാണാൻ സാധിക്കണം. നമ്മളിവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, അവിടുന്ന് നമ്മെ സ്നേഹിച്ചതുപോലെ, ഇവിടെ അടിവരയിടണം, അവിടുന്ന് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതുമായ, അവിടുന്ന് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതായ സ്നേഹത്തിലേക്ക് എല്ലാറ്റിനെയും ആകർഷിക്കുന്നു. നമ്മെ പ്രാപ്തരാക്കുന്നു. ആര് പ്രാപ്തരാക്കുന്നു? പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ കൃപ. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തരാക്കുന്നു. നമ്മുടെ ശക്തി കൊണ്ട് ഇത് നടക്കില്ല. ഇല്ല. സ്നേഹം മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്തോരം വലിയ പ്രാർത്ഥനക്കാരായാലും വളരെ ഉപവാസിക്കുന്നവരായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. നമ്മൾ വെറും ചിലമ്പുന്ന കൈത്താളമായി മാറിയ സംഭവങ്ങൾ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്തും ചില സമയത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ നമ്മളെ കളിയാക്കുകയോ നമ്മളെ അവഹേളിക്കുകയോ
നമ്മളെ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ സകല കൺട്രോളും വിട്ടുപോകും. എന്തിനു പറയണു? ഞാനതാണ് എപ്പോഴും പറയണത്, ഈ വചനം പൂർത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശത്രുക്കളെ സ്നേഹിക്കുക. വളരെയധികം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കണേ, സ്നേഹം കൊണ്ട് നിറയ്ക്കണേ. ഇൻഫാക്റ്റ് എൻ്റെ ആദ്യകാലങ്ങളിൽ ആകെ പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ്, ഫിൽ മീ വിത്ത് യുവർ ലവ്, ഫിൽ മീ വിത്ത് യുവർ ലവ്. സ്നേഹം, സ്നേഹം. അങ്ങനെയാണ് എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ പടരണം എന്നൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം ഓർക്കുകയാണ്, കർഡിനാൾ ന്യൂമാൻ്റെ ഒരു ഉദാഹരണം. കർഡിനാൾ ന്യൂമാൻ വളരെ വിശുദ്ധനായ ഒരു കർഡിനാളായിരുന്നു, ഇപ്പോൾ വിശുദ്ധനായി. ഇപ്പോൾ കർഡിനാൾ ന്യൂമാനെ കാണാനായിട്ട് ഒരു ജേർണലിസ്റ്റ് വന്നിരിക്കുകയാണ് ഒരു ഇൻ്റർവ്യൂവിന്. കർഡിനാൾ ന്യൂമാൻ വളരെ പ്രസിദ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇദ്ദേഹം വന്നിരിക്കുകയാണ്, പ്രസിദ്ധനായ ഒരു ജേർണലിസ്റ്റ്. കർഡിനാൾ ന്യൂമാൻ ഇയാളെ കുറേ വഴക്കങ്ങ് പറഞ്ഞു. ഈ ജേർണലിസ്റ്റ് ആകെ അന്തം വിട്ടു. എന്താണ് ഈ പറഞ്ഞത്? ഇത് കർഡിനാൾ ന്യൂമാൻ തന്നെയാണോ ഇത്? ജേർണലിസ്റ്റ് പറയാണ്, എൻ്റെ പൊന്നു പിതാവേ, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടേക്കണത് അങ്ങ് വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്നാണല്ലോ, എന്നിട്ട് അങ്ങ് ഇതുപോലെ എന്നെ വഴക്ക് പറയണം എന്തിനാ? കർദിനാള് ശാന്തമായിട്ട് പറയാണ്, ഇപ്പം നീ ഒന്ന് ചിന്തിച്ചേ, ഞാൻ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ അവസ്ഥ എന്തായിരുന്നേനെ? ഈ ജേർണലിസ്റ്റ് അത്ര വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ല, പക്ഷേ ഈ ജേർണലിസ്റ്റ് ഇപ്പോഴാണ് വലിയ ഒരു ദൈവാനുഭവവും മാനസാന്തരവും അദ്ദേഹത്തിനുണ്ടായെന്ന് പറയണത് ഇത് കേട്ടപ്പോൾ. അപ്പോൾ നമ്മൾ എത്ര അധികം പ്രാർത്ഥിക്കുന്നവരായാലും ചില സമയത്ത് സകല കൺട്രോളും വിട്ടുപോകും. അതുകൊണ്ട് ഈ സുഹൃതങ്ങൾ എന്ന് പറയുന്നത് അതാണ്, പുണ്യങ്ങൾ. ഈ സുഹൃതങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ പോലെ വളരാൻ വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് ഉപവാസ കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. രണ്ട് വലിയ വിശുദ്ധരാണ് ഇവിടെ പറയുന്നത്. സ്നേഹം മാത്രമാണ് പ്രാർത്ഥനയുടെ ഉറവിടം എന്ന് എഴുതി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കോരിയെടുക്കുന്നയാൾ പ്രാർത്ഥനയുടെ പരമകോടിയിൽ എത്തിച്ചേരുന്നു. നമ്മുടെ പഠനം പ്രാർത്ഥനയെക്കുറിച്ചാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ ഉറവിടം സ്നേഹമാണ്. ആ ഉറവിടമായ സ്നേഹത്തിൽ നിന്ന് കോരിയെടുത്ത് കുടിക്കൂ. എടുക്കുമ്പോൾ പ്രാർത്ഥനയുടെ പരമകോടിയിൽ എത്തിച്ചേരാം. നമ്മൾക്ക് ഇവിടെ സൈഡിൽ എഴുതിയിരിക്കുന്ന 826 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ കൊച്ചു ത്രേസ്യയെക്കുറിച്ചാണ്. ഇവിടെ ഈ പാരഗ്രാഫിൻ്റെ 2ാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളനെ കുറിച്ചാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ പറഞ്ഞിരിക്കുന്ന ഒരു സുഹൃതമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓ എൻ്റെ ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ഏക ആഗ്രഹം മരണം വരെ നിന്നെ സ്നേഹിക്കുക എന്നതാണ്. ഓ അനന്ത സ്നേഹാർഹനായ എൻ്റെ ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നെ സ്നേഹിക്കാതെ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് അഭികാമ്യം നിന്നെ സ്നേഹിച്ചുകൊണ്ട് മരിക്കുന്നതാണ്. കർത്താവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നോട് എനിക്ക് ചോദിക്കാനുള്ള ഏക കൃപാവരം നിന്നെ നിത്യമായി സ്നേഹിക്കുക എന്നതാണ്. ആലോചിച്ച് നോക്കി. അപ്പം ഇതാണ് ഈ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് ഈ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കി തന്നാലേ നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഏക കൃപാവരം, സൗജന്യ ദാനം, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും നമ്മിലേക്ക് വരുന്നതിനാണ് കൃപ. നിന്നോട് എനിക്ക് ചോദിക്കാനുള്ള ഏക കൃപാവരം. ഇത് നമ്മളൊന്ന് പഠിക്കണം, നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും വലിയ കഴിവുകൾക്കൊക്കെ വേണ്ടി ചോദിക്കുമ്പോൾ, ദൈവമേ, സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. നമുക്കറിയാം, ഇത് വളരെ പേടിച്ചിട്ടാണ് ഞാൻ പറയണത്. ഞാനും ഇതൊന്നും പറയാൻ ഒരുപക്ഷെ അർഹനല്ല. നമ്മൾ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഇല്ലെങ്കിൽ നമ്മുടെ ഈ ശബ്ദമെല്ലാം വെറും മുഴങ്ങുന്ന ചേങ്ങലയാണ്, ചിലമ്പുന്ന കൈത്താളവുമാണ്. അതിനകത്തു കൂടി ഒന്നും പ്രസരിക്കില്ല. സ്നേഹമുള്ളവരെ, നമ്മളെന്തൊക്കെ പറയണു,
ഭയങ്കര ഒച്ചയിലും ഒക്കെ ബഹളുണ്ടാക്കി പറയണു. നമ്മൾ ചാനലുകളൊക്കെ കാണുന്നില്ലേ, ഭയങ്കര ഒച്ചയും ബഹളമാണ്. പക്ഷേ ഹൃദയത്തിൽ തൊടുന്നില്ല. സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളവുമാണ്. ഓരോ ദിവസവും ഞാൻ ഈ സുവിശേഷ പ്രഘോഷണത്തിന് വരുമ്പോൾ ഞാനിതാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞാൻ വെറും ഒരു മുഴങ്ങുന്ന ചേങ്ങല പോലെ ആകല്ലേ. ഞാൻ ഈ പറയണത് ഭയങ്കര കാര്യമാണ് സ്നേഹമുള്ളവരെ, വളരെ പ്രധാനമായ കാര്യമാണ്. നമ്മൾ എന്തെല്ലാം ഭയങ്കര വാഗ്വാദങ്ങളും വലിയ അറിവും ഇതെല്ലാം പറഞ്ഞത് കൊണ്ടൊന്നും മനുഷ്യനെ തൊടില്ല, ആത്മാവിനെ തൊടില്ല. ഈ വിയാനി പുണ്യവാളിനെ കുറിച്ച് നോക്കും, ഒരു കഴിവും കാര്യമായിട്ടില്ലാത്ത ഒരാളായിരുന്നു. എന്തിന് അദ്ദേഹം ഇത്രയും വലിയൊരു വിശുദ്ധനായി, വൈദികരുടെ ഏറ്റവും വലിയ ഒരു പുണ്യവാളനായി? അദ്ദേഹം പറയണ കേട്ടോ, എനിക്ക് എൻ്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നോട് എനിക്ക് ചോദിക്കാനുള്ള ഏക കൃപാവരം നിന്നെ നിത്യമായി സ്നേഹിക്കുക എന്നതാണ്. അതാണ് ഒരു കാര്യം നമ്മൾ കേട്ടു എന്നല്ല, നമ്മളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈശോയെ സ്നേഹിക്കണം, ഈശോയുമായിട്ട് ഉള്ള ആ ലയനത്തിലായിരിക്കണം. അതാണ് നമ്മളെപ്പോഴും പാടാറുള്ള വാവ യേശുനാഥ, നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. സ്നേഹമുള്ളവരെ, നമ്മൾ ആദ്യം തന്നെ ഈശോയോട് പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്നെ നിത്യമായി സ്നേഹിക്കുക എന്നതാണ്. എൻ്റെ ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നെല്ലാ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കാൻ എൻ്റെ നാവിന് കഴിയുന്നില്ലെങ്കിൽ ഞാൻ ശ്വസിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയം അതാവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ്. അപ്പോൾ ഇത് വളരെ മിസ്റ്റിക്കലായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ പ്രാർത്ഥന തന്നെയാണ്, പ്രാർത്ഥന. ഞാൻ പല പ്രാവശ്യം ഫ്രാൻസിലുള്ള ആർസ് ഗ്രാമത്തിലുള്ള ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ പള്ളിയിലും കല്ലറയിലൊക്കെ പോയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ശരീരം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ആ ശരീരം അഴുകാതെ ഇരിക്കുകയാണ്. വളരെ ഉപവസിക്കുമായിരുന്നു, കാര്യമായിട്ടൊന്നും ഭക്ഷിക്കില്ല, വെറും കുറച്ച് ഉരുളക്കിഴങ്ങ്, എപ്പോഴും പ്രാർത്ഥന. എന്താ ഈ പ്രാർത്ഥിക്കുന്നത് മുഴുവനും? സ്നേഹം. അങ്ങനെ അതിലൂടെയാണ് ആത്മാക്കൾ, ഒരുപാട് ദൂരത്ത് നിന്ന് ആളുകൾ കുമ്പസാരിക്കാൻ അവിടെ എത്തുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുമ്പസാര കൂടി, രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥനയും. എന്തോ ഒരു മാനസാന്തരമാണ് നടക്കുന്നത്. മാനസാന്തരം നടക്കുന്നതിൻ്റെ കാരണം സ്നേഹമാണ്. എന്തുകൊണ്ടാണ് ഒരുപാട് പേര് കുമ്പസാരിക്കാൻ അവിടെ ക്യൂ നിൽക്കുന്നത്? എൻ്റെ പിതാവിനാൽ ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കലേക്ക് വരികയില്ല. ആ ദൈവസ്നേഹത്തിന് ഒരു കാന്തം പോലെയാണ്, ഒരു കാന്തം പോലെ അത് നമ്മളിങ്ങനെ ആകർഷിക്കും. നമ്മളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് നമ്മുടെ വാക്ചാതുര്യം ഒന്നുമല്ല, അദ്ദേഹം വലിയൊരു ഒറേറ്ററോ പ്രാസംഗികനോ ഒന്നുമല്ല, സ്നേഹം മാത്രം, പ്രാർത്ഥന. ഇനി അടുത്ത് നമ്മൾ 826 പോകാം. അവിടെ ഈ ഫ്രാൻസിലെ തന്നെ ഈ ആർസിലേക്ക് പോകുന്ന വഴിക്കാണ് ലിസിയു, കൊച്ചു ത്രേസ്യയുടെ വഴിയല്ല, എന്നാലും കുറച്ച് ദൂരമുണ്ട്. 826 അതിൽ പറയുന്നത് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ബോധ്യങ്ങളാണ്. എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. അതിൻ്റെ ആത്മാവ് സ്നേഹമാണ്. കണ്ടോ, വിശുദ്ധിയുടെ ആത്മാവ് സ്നേഹമാണ്. അത് വിശുദ്ധീകരണത്തിൻ്റെ എല്ലാ മാർഗങ്ങളെയും ഭരിക്കുകയും രൂപപ്പെടുത്തുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. 297 ലൂമൻ ജൻഷ്യം രണ്ടാം വറ്റിക്കാൻ ഡോക്യുമെൻറ്റിൽ 42, ലൂമൻ ജൻഷ്യം 42. എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. അതിൻ്റെ ആത്മാവ് സ്നേഹമാണ്. അത് വിശുദ്ധീകരണത്തിൻ്റെ എല്ലാ മാർഗങ്ങളെയും ഭരിക്കുകയും സ്നേഹം രൂപപ്പെടുത്തുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തിന് നമ്മളെ രൂപപ്പെടുത്താൻ സാധിക്കുന്ന പറഞ്ഞാൽ, നമ്മളെ രൂപപ്പെടുത്താൻ, നമ്മുടെ ഫോർമേഷൻ എന്ന് പറയില്ല, ഫോർമേഷൻ. ഇപ്പോൾ വൈദികരുടെ ഫോർമേഷൻ ഉണ്ട്, വർഷങ്ങളോളം സന്യസ്തരുടെ ഫോർമേഷൻ ഉണ്ട്. എന്നമാതിരി തന്നെ നമ്മുടെ ജീവിതത്തിലും
ഒരു കണ്ടിന്യൂസ് ഫോർമേഷനാണ് നമ്മൾ. എന്നാൽ ഈ ഫോർമേറ്റീവായിട്ടുള്ള സ്പിരിറ്റ് എന്താണ് നമ്മളെ ഫോർമേഷൻ നടത്തുന്നത്? ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ആ പ്രബോധനം ഞാൻ പലപ്പോഴും കോട്ട് ചെയ്യാറുള്ളതാണ്, പാസ്റ്റോറസ് ഡാബ് ഓബിസ്. അതിൽ പറയുന്നതും അതുപോലെ തന്നെ വീത്ത കോൺസെക്രാത്ത സമർപ്പിത ജീവിതത്തെക്കുറിച്ച് അതിൻ്റെ ഫോർമേഷനെല്ലാം പറയുന്നത് ഈ സ്നേഹമാണ്. ഇറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ ലവ്. ദൈവത്തിൻ്റെ ആ സ്നേഹം ഒരു പ്രകൃത്യാതീത ശക്തിയെ നമ്മളിലേക്ക് ഒഴുക്കിയിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളതാണ് ആ സ്നേഹം. അങ്ങനെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ സ്നേഹത്തിലൂടെ? ഞാനിപ്പോൾ കുറേ സാക്ഷ്യങ്ങൾ വന്നു. അതിനകത്തൊരു സാക്ഷ്യം ഇതാണ്. ഒരമ്മച്ചി കാസർഗോഡ് നിന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് തോമസ് പോൾ ബ്രദറെ ഈ വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ എൻ്റെ ഹൃദയം വളരെയധികം വ്യത്യാസപ്പെട്ടു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്. അദ്ദേഹം ബൈബിള് തൊട്ടിട്ടേയില്ല, കൊന്ത പിടിച്ചിട്ടേയില്ല, എപ്പോഴും ഇവിടെ വഴക്കും ബഹളവുമാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ വലിയ സമാധാനമാണ്. അത് പറയാനാണ് സാക്ഷ്യം. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ ആനന്ദമാണ്. കാരണം ഞാൻ ആ സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ബ്രദർ പഠിപ്പിച്ച പോലെ സാവധാനം പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ ആ പിതാവിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. കാര്യം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്കൊരു വീടില്ല സ്വന്തമായിട്ട്, പ്രശ്നങ്ങളാണ്. മോന് കൃത്യമായിട്ട് ജോലിയില്ല. കുടുംബത്തിലെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാനത് അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ സംക്ഷിപ്തത്തിൽ അതെല്ലാം ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ വളരെ സമാധാനവും സ്നേഹവുമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് സാക്ഷ്യം. വലിയ രോഗജാതിയൊന്നുമല്ല. എന്തുകൊണ്ടാണ്? ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊന്ത ചെല്ലുമ്പോൾ ഈശോയുടെ രക്ഷാകര സംഭവങ്ങൾ ധ്യാനിച്ച് കൊന്തയെല്ലാം തുടങ്ങി. സ്വർഗസ്ഥനായ പിതാവ് സാവധാനം നിർത്തി പിതാവിൻ്റെ സ്നേഹവാത്സല്യം അനുഭവിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മൾ ഇന്നേവരെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൂടാണ്ട് പേഴ്സണൽ പ്രെയർ ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങി, വ്യക്തിപരമായ പ്രാർത്ഥന. ഒരു അവസാനം പറഞ്ഞതാണ് കാര്യം, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, ബൈബിളും ഇതൊന്നും പഠിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സമാധാനത്തിലാണ്. അപ്പം ഇതാണ് ഇവിടെ പറയുന്നത്, വിശുദ്ധീകരണത്തിൻ്റെ എല്ലാ മാർഗങ്ങളെയും ഭരിക്കുകയും രൂപാന്തരം. ഇനി സാവധാനം ഇപ്പോൾ വേറെ 1-2 ടെസ്റ്റ് പണികളുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ആ മകള് ഇതേമാതിരി ഭർത്താവ് ഭയങ്കര മദ്യപിച്ച് കഴിഞ്ഞ് ദേഹോപദ്രവം ചെയ്തിരുന്നു. പ്രാർത്ഥന ഇല്ല, കുരിശുവരയില്ല, ബൈബിൾ വായനയില്ല, അതൊന്നുമില്ലെങ്കിലും ഇവള് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ, സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ കള്ളുകുടി മാറി, അയാൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. രൂപാന്തരീകരണമാണ് ഇതെല്ലാം, രൂപാന്തരീകരണം. ഇനി വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സഭ വിവിധ അവയവങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ശരീരമാണെങ്കിൽ എല്ലാ അവയവങ്ങളെക്കാളും ശ്രേഷ്ഠമായ അവയവം അതിനില്ലാതിരിക്കാൻ സാധ്യമല്ല. അതിനൊരു ഹൃദയമുണ്ടായിരിക്കണം, സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം. സഭയുടെ മറ്റവയവങ്ങളെ പ്രവർത്തനക്ഷമരാക്കിയ യഥാർത്ഥ ചാലക ശക്തി ഈ സ്നേഹം മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി. വിശുദ്ധ കൊച്ചുത്രേസ്യ. സഭയുടെ എല്ലാ അവയവങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായൊരു അവയവം ആവശ്യമാണ്, അത് ഹൃദയമാണ്. സഭയുടെ മറ്റവയവങ്ങളെ പ്രവർത്തനക്ഷമരാക്കിയ യഥാർത്ഥ ചാലക ശക്തി ഈ സ്നേഹം മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി. സ്നേഹം അണഞ്ഞു പോയിരുന്നെങ്കിൽ അപ്പസ്തോലന്മാർ സുവിശേഷം പ്രസംഗിക്കാൻ മറന്നുപോകുമായിരുന്നു. അതാണ്, സ്നേഹം അണഞ്ഞു പോയിരുന്നെങ്കിൽ അപ്പസ്തോലന്മാർ സുവിശേഷം പ്രസംഗിക്കാൻ മറന്നുപോകുമായിരുന്നു. രക്തസാക്ഷികൾ തങ്ങളുടെ രക്തം ചിന്താൻ വിസമ്മതിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ സ്നേഹമാണ് മറ്റെല്ലാ വിളികളെയും ഉൾക്കൊള്ളുന്ന വിളി. ഇനി കൊച്ചുത്രേസ്യയുടെ ഒരു പ്രഖ്യാപനമാണ്, സ്നേഹമെല്ലാമാണ്. അത് സകല കാലങ്ങളെ മുഴുവനും ആശ്ലേഷിക്കുന്നു.
ഒറ്റ വാക്കിൽ സ്നേഹം ശാശ്വതമാണ്. വിശുദ്ധ കൊച്ചറേസ്യയുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നാണ്. ഇനി മറ്റൊരു സ്ഥലത്ത് കൊച്ചറേസ്യ പറയുന്നുണ്ട്, ഞാൻ ആ സഭയുടെ വിരിമാറിലെ സ്നേഹമാണെന്ന്. ആ സഭയുടെ വിരിമാറിലെ സ്നേഹമാണ്. അതാണ് എൻ്റെ വിളി സ്നേഹമാണ്. എന്നിട്ട് കൊച്ചറേസ്യ പറയാറുണ്ട്, പൗലോസ് ശ്ലീഹ പറഞ്ഞു, നിനക്ക് എല്ലാ വരങ്ങളും ഉണ്ടായേക്കാം, പക്ഷേ സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് എനിക്ക് മറ്റൊരു വരങ്ങളും വേണ്ട, എനിക്ക് സ്നേഹം മാത്രം മതി. ഞാൻ സഭയുടെ ഹൃദയത്തിൽ, സഭയുടെ വിരിമാറിൽ സ്നേഹമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ബോധ്യം ക്ലിയറായില്ലേ? ദൈവമേ, ആ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എന്നാൽ വിശ്വാസമില്ലാതെ സ്നേഹം കൊണ്ട് നിറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കി വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശ എന്തിനെക്കുറിച്ചാണ്? ക്രിസ്തുവിൻ്റെ വീണ്ടും വരവാകുന്ന ആ പുനരുത്ഥാനം ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ട്, ആ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മൾ ആ ശരീരത്തിൻ്റെ ഭാഗമാണെന്നുള്ള പ്രത്യാശയാണ്, പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശയും. അതോടൊപ്പം ആ ഈശോ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയമായ സ്നേഹം, സഭയുടെ ഹൃദയമായ സ്നേഹം ആയി മാറാം.